വെൽക്കം ടു മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നിങ്ങൾ ആ 2-3 എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് നോക്കുക. അതിൽ സർപ്പൻറ്റൈൻ സ്പിരിറ്റിൽ കിങ്ഡത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ഇതെങ്ങനെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സർപ്പൻറ്റൈൻ കിങ്ഡത്തിലെ ഗേറ്റുകൾ നമ്മൾ അടയ്ക്കണം. നേരത്തെ പറഞ്ഞാണ് ഇതിന് വരാനുള്ള റീസൺസ് പലതും പറഞ്ഞാണ്. എന്തുകൊണ്ടാണ് ഈ സർപ്പൻറ്റൈൻ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോഴും ഭവനങ്ങളിൽ നമ്മുടെ ഫാമിലി ട്രീയിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും, നമുക്കറിയത്തില്ല. കൊലപാതകം, അബോർഷൻ, അതുപോലെ ആ ഫാമിലി ട്രീയിലെ ബ്ലഡ്, അത് കൂടുതലും അങ്ങനെയാണ്, ഈ ബ്ലഡ് സാക്രിഫൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അതുപോലെ ചില പൂജകൾക്ക് ലീഗൽ റൈറ്റ് കൊടുത്തിട്ടുണ്ടാകും, പൂജകളൊക്കെ നടത്തുന്നുണ്ടാവും. ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ബലിപീഠങ്ങൾ നമ്മുടെ ഫാമിലിയുടെ മേളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഫാമിലി ട്രീ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് മാൻ അങ്ങ് സ്റ്റോളൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഐഡലട്രി, വിച്ച് ക്രാഫ്റ്റ്, ചില രക്ത ഉടമ്പടികൾ എടുത്തിരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു ഗേറ്റ് വേ ആയി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗേറ്റിനകത്ത് സാത്താൻ വന്ന് ചുറ്റിയിരിക്കുക. അതിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം ക്രൈസ്റ്റ്-ലൈക്ക് ക്യാരക്ടർ നമ്മൾ ആയിക്കൊണ്ട് നമുക്ക് അനോയിൻറ്റിങ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഇതൊരു വലിയ റെവലേഷനാണ്. ഈ സ്പിരിച്വൽ അതോറിറ്റി നമ്മളിലേക്ക് വരണം, എങ്കിൽ മാത്രമേ നമ്മൾ ആ ശരിയായിട്ടുള്ള ട്രാക്കിലേക്ക് വരുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നതെന്നുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ദ നോളജ് ആൻഡ് റെവലേഷൻ. ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ തന്നെ അവൻ്റെ ഗ്രിപ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരു കാര്യം. ഈ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നത് അവൻ്റെ സ്വഭാവമാണ്, സാത്താൻ്റെ സ്വഭാവമാണ് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നത്. അതാണ് അവൻ്റെ ഒരു ഓപ്പറേഷൻ സക്സസ് എന്ന് പറയുന്നത്. കാരണം അതാണ് രാത്രിയിലെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഈ യെശയ്യാപ്രവചനം 29:15 തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വെക്കാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇത് ഒരു സർപ്പൻറ്റൈൻ സ്പിരിറ്റിൻ്റെ ആക്ടിവിറ്റി പോലെയാണ് പറയുന്നത്, മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന സ്വഭാവം. അതുപോലെ ആ വർക്കെല്ലാം ഇരുട്ടിൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇരുട്ടിൽ ചെയ്യുന്നു, ഇരുട്ടിൻ്റെ പ്രവൃത്തി. പകലിലുള്ള വെളിച്ചത്തിൽ ചെയ്യുന്ന ഇരുട്ടിൽ ചെയ്യുന്ന പ്രവൃത്തി, ഇതെല്ലാം തന്നെ നമ്മൾ അറിയേണ്ട ആവശ്യമാണ് എന്നുള്ളത് ഏറ്റവും ഒരു വസ്തുതയാണ്. അതിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇരുട്ടിലാണ്, ആരും കാണത്തില്ല എന്നുള്ള വിചാരത്തിലാണ് ചെയ്യുന്നത്. ഒന്നാമത് അറിവിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് വി ഹാവ് ടു ക്യാൻസൽ ഹിസ് കവനൻസ് ത്രൂ പ്രെയർ ആൻഡ് കൺഫെഷൻ. നമ്മൾ ഈ ഏതെങ്കിലും ഉടമ്പടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ തന്നെ നമ്മൾ ഈ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളതിൽ നിന്ന് ജയമെടുക്കണം. ലേവ്യപുസ്തകം 26:39 തൊട്ടുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ശേഷിച്ചിരിക്കുന്നവർ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് തങ്ങളുടെ അകൃത്യങ്ങളാൽ ക്ഷയിച്ചു പോകും. തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാലും അവർ അവരോട് ക്ഷയിച്ചു പോകും. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർക്ക് എനിക്ക് വിരോധമായി നടന്നുകൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി നടന്ന അവരുടെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയും ഏറ്റുപറയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും. ഇത് കാണുന്നത് നമ്മുടെ പിതാക്കന്മാരും ഒക്കെ ചെയ്ത പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയിൽ കൂടി കൺഫസ് ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള നിയമം ഓർക്കും. ദൈവത്തോട് ഏറ്റുപറയുക എന്നുള്ളതാണ് കാര്യം. മൂന്നാമത് അവൻ്റെ തലയെ നമ്മൾ തകർക്കണം. തലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് മനസ്സിലാക്കുന്നത്? റോമർ 16:20 നേരത്തെ വായിച്ചാണ്. സാത്താൻ്റെ തലയെ ചവിട്ടാൻ ഉള്ള അധികാരം
ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതിച്ചു കളയും. ഇതൊരു പ്രോമിസാണ്. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചതയ്ക്കാൻ പറ്റുന്നില്ല? അത് നമ്മൾ ശക്തി പ്രാപിക്കണം. ഓക്കെ, അത് ഏറ്റവും ആവശ്യമാണ്, നമ്മൾ ശക്തി പ്രാപിക്കണം. നാലാമത്, വി ഹാവ് ടു ഡിക്ലെയർ ദ ബ്ലഡ് ഓഫ് കവനൻ്റ് ഓഫ് ലോർഡ് ജീസസ്. അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നമ്മൾ യേശുവിൻ്റെ രക്തം നമ്മുടെ ദേഹത്തിലും നമ്മുടെ മനസ്സിലും ഒക്കെ ആത്മാവിലും തളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ ദേഹിയിൽ നമുക്ക് തളിക്കാൻ പറ്റും, യേശുവിൻ്റെ രക്തം നമുക്ക് തളിക്കാം. അതിനെങ്ങനെയാണ് തളിക്കേണ്ടതെന്നും ആ ഫോർമുലയെല്ലാം ഞാൻ എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യം എടുത്ത് ഞാൻ പറഞ്ഞ് നിങ്ങളോട് സംസാരിച്ചാണ്. നമുക്കത് ചെയ്യാം. എന്നാൽ നമ്മൾ ശരീരത്തിലും കൂടി അത് ഏറ്റെടുക്കുക. അതെങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? കർത്താവിൻ്റെ ശരീരവും രക്തവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അനുഭവം. ഇത് ഈ വിശ്വാസികൾക്കാണല്ലോ ഈ പ്രാർത്ഥിക്കാൻ വയ്യാത്തതൊക്കെ ഇത് ഈ അറ്റാക്ക് വരുന്നത്. ഞാനിത് അവിശ്വാസികളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് കർത്താവിൻ്റെ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ലോർഡ്സ് ടേബിളിൽ പങ്കെടുക്കുകയും അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും അതിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യുക. നമ്മുടെ ശരീരത്തെ കൂടെ ശുദ്ധീകരിക്കുകയാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ തിരുവത്താഴത്തിലെ പങ്ക് കൊണ്ട് നമ്മൾ അവൻ്റെ രക്തവും അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ വീണ്ടെടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അപ്പം അവൻ്റെ ശരീരത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ പാനം ചെയ്യുകയും ചെയ്യുന്ന അനുഭവം. അത് വലിയൊരു കവനൻ്റാണ്, അതൊരു ഡിക്ലറേഷനാണ്, ഒരു സെലിബ്രേഷനാണ്. അത് നമ്മൾ മറന്നു പോകരുത്, അത് നമ്മൾ ചെയ്യുക. അഞ്ചാമത് ചെയ്യാനുള്ളത്, ക്രിയേറ്റ് എ ന്യൂ ഓൾട്ടർ ഓഫ് വർഷിപ്പ്. നമ്മൾ പഴയ നുകത്തെ എല്ലാം തകർക്കണം. തകർത്തിട്ട് പുതിയ ഒരു കാര്യം ചെയ്യണം. എന്ന് വെച്ചാൽ അത് പുതിയൊരു ഓൾട്ടർ ഓഫ് വർഷിപ്പ്. ഗിദെയോൻ്റെ ജീവിതത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ 25 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിലെ ഗിദെയോൻ ഒരു കാര്യം ചെയ്തു. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളാ. ആ ദുർഗത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളഞ്ഞ അശേര പ്രതിഷ്ഠകളുടെ വിറവ് കൊണ്ട് ഹോമയാഗം കഴിക്കും. ഒരു പഴയതിനെ നമ്മൾ തകർത്തിട്ട് അതിന് മേളിലൊരു ന്യൂ ഓൾട്ടർ ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക. പല കാര്യങ്ങൾ കാണും. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ന്യൂ ഓൾട്ടർ വർഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പഴയ എന്ന് വെച്ചാൽ ശാപം ഒഴിക്കുന്ന ഒരു സംഭവം, ശാപം കളയുന്ന ഒരു കാര്യമുണ്ട്. അത് ചിലർക്കൊന്നും അത് വിശ്വാസമില്ല, എന്നാലും ഞാനത് പറയുകയാണ്. അത് പേഴ്സണലായിട്ട് ഉള്ള മീറ്റിങ്ങിൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അതിനകത്ത് ഒത്തിരി പ്രോസസ്സുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ ന്യൂ ഓൾട്ടർ ഓഫ് വർഷിപ്പും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. പഴയത് ഇടിച്ചു കളയുക. എന്തായാലും പഴയതൊരെണ്ണം ഉണ്ട്, അത് നമ്മൾ ഇടിച്ചു കളഞ്ഞ് ഇറ്റ്സ് എ ന്യൂ. എല്ലാം കർത്താവിലെല്ലാം പുതുതാണ്. യെസ്, പുതിയ സൃഷ്ടിയാണ്. ക്രിയേറ്റ് എ ന്യൂ ഓൾട്ടർ ഓഫ് വർഷിപ്പ്. ഇതുവരെയും ചെയ്ത കാര്യങ്ങളൊക്കെ കളയുക. അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? ഇത് സംഭവിക്കുന്നത് എന്താണ്? അത് ചെയ്യുമ്പോഴേ നമ്മുടെ ആ റെസിസ്റ്റൻസ് ടു പ്രെയർ അതങ്ങ് മാറുകയാണ്, ഒരു പ്രോഗ്രസ്സിലേക്ക് വരികയാണ്. നമ്മുടെ ഫെയിലിയേഴ്സ് എല്ലാം ഒരു സക്സസ്സിലേക്ക് വരികയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഫാമിലി ട്രാജഡി, പാറ്റേൺസ്, ദുരന്തങ്ങൾ ഇതെല്ലാം തന്നെ വിട്ടുപോകാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഗിൽറ്റ്, ഷെയിം, ഫിയർ ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറുകയാണ്. അതുപോലെ പ്രൈഡ്, അറഗൻസ്, റിബല്യൻ, ലെസ്ഫുൾ സിൻസ് ഇതെല്ലാം നമ്മളിൽ നിന്ന്, അഡിക്ഷൻസ് ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കുകയും നമ്മൾ ഇതിനു വേണ്ടി അതിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ എന്ന് അവസാനിപ്പിക്കും. ചില ഭവനങ്ങളിൽ ഈ സർപ്പൻ്റൈൻ സ്പിരിറ്റുകളുണ്ട്. അതിൻ്റെ ചില വ്യത്യസ്ത ഫോമുകളുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വ്യത്യസ്ത ഫോമുകൾ നിങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാം.
ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത്ര വലിയ റെലവൻസി ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. ഈ സെർപ്പൻറ്റൈൻ സ്പിരിറ്റിൻ്റെ ഒരു ഫോമാണ്, മിക്സ്ഡ് ആണെങ്കിൽ കൂടിയും ഹൈബ്രിഡ് ആണെങ്കിൽ കൂടിയും ലെവിയാഥാൻ എന്ന് പറയുന്നത്. അതൊരു മറൈൻ സ്പിരിറ്റാണ്, എന്നാൽ അത് കരയിലും വെള്ളത്തിലും ഉള്ളൊരു സ്പിരിറ്റാണ്. പിന്നെ അതുപോലെ ലോർഡ് ഓഫ് ലസ്റ്റ് എന്ന് പറഞ്ഞ അസ്മദോസ്, അതുപോലെ ഫിയറിൻ്റെത്, വിച്ച് ക്രാഫ്റ്റിൻ്റെത്, 40 ടൈപ്പ് വിച്ച് ക്രാഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പണ്ടത്തെ ഉള്ളതാണ്, ഏൻഷ്യൻ്റ് വെപ്പൺ ഓഫ് സൈറ്റനാണ്, പണ്ടേ ഉള്ളത്. ഈ മാമോൻ സ്പിരിറ്റ്, മാമോൻ എന്ന് പറയുന്ന പണവുമായിട്ട് ബന്ധപ്പെട്ട സ്പിരിറ്റാണ്. പൈതൻ സ്പിരിറ്റ്, റിജക്ഷൻ സ്പിരിറ്റ്, ബോണ്ടേജ് സ്പിരിറ്റ്, അപ്പലിയോൺ എന്ന് പറയുന്ന ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരു സാധനം പൊങ്ങി വന്നാണ് ഒരു സ്പിരിറ്റാണ് അപ്പലിയോൺ സ്പിരിറ്റ്. പിന്നെ അതുപോലെ പ്രിൻസ് ഓഫ് പേർഷ്യ, അതൊരു പ്രിൻസിപ്പാലിറ്റിയാണ്. അത് ഡാനിയലിനെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൊണ്ടുപോയപ്പോൾ തടഞ്ഞ സ്പിരിറ്റ്, അതിനൊരു പേരിട്ടിട്ടുണ്ട്. ബെലിയൽ എന്ന് പറയുന്ന അത് അങ്ങനൊരു സ്പിരിറ്റ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാത്താൻ എന്നൊക്കെ വിളിക്കുന്ന സ്പിരിറ്റ്. ഇതെല്ലാം തന്നെ വ്യത്യസ്ത ഫോമുകളിലുള്ള സർപ്പൻറ്റൈൻ സ്പിരിറ്റുകളാണ്. ഇത് ബ്ലഡ് ലൈനിൽ കൂടിയും ലാൻഡിൽ കൂടിയും ഭവനത്തിൽ കൂടിയൊക്കെ ഈ സ്ട്രോങ് മാൻ പ്രവർത്തിക്കും. അതിൻ്റെ കാരണങ്ങൾ ചിലതുണ്ട്, അത് ചുരുക്കമായിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില ഭവനങ്ങളിൽ ചില അറ്റാക്കുകൾ വരുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഭവനങ്ങളിൽ നേരത്തെ ആ സ്ഥലത്ത് വല്ല ഇങ്ങനെയുള്ള പൂജകൾ, റിച്വൽസൊക്കെ കണ്ടക്ട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് സാക്രിഫൈസ് കൂടോത്രം നടന്ന സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ലാൻഡ് ഈവിൾ എൻറ്റിറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ലാൻഡായിരിക്കാം, അല്ലെങ്കിൽ ഈ ആഭിചാരം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന് അടക്കിയ സ്ഥലങ്ങളായിരിക്കാം. ഇവിടെയൊക്കെ തന്നെ ആ പിശാചിനൊരു റൈറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കാം. അല്ലെങ്കിൽ സാത്താൻ്റെ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ആ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സ്പിരിറ്റ് ചില ഭവനങ്ങൾ, അതുകൊണ്ട് ചില സ്ഥലങ്ങളിലെ ഭവനങ്ങളൊക്കെ താമസമായിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ട രീതിയിലൊരു ഡെലിവറൻസ് വരാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നും വരത്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ഡീഗ്രഡേഷനും ഒക്കെ ഉണ്ട്. നമ്മളത് വിശ്വസിക്കേണ്ട. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അല്ലേ, ദൈവത്തിൻ്റെ മക്കളെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ സക്സസ് ആണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഈ സ്ഥലത്തിൽ ചില ഇങ്ങനെയുള്ള ഒരു ഈവിളായിട്ടുള്ളൊരു റൈറ്റ് അല്ലെങ്കിൽ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് അവിടെ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്തെ ഗുണം. അദ്ദേഹം പറയും, എന്ത് കാര്യമായാലും ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ സുപ്രീം, ദൈവം സുപ്രീമാണ്, ദൈവത്തിൻ്റെ ശക്തി വലുതാണ്. യേശുവിൻ്റെ രക്തം സകലത്തെയും എടുത്താണ്, അല്ല എല്ലാത്തെയും വിടുവിച്ചെടുത്താണ്. അവൻ്റെ നാമത്തിൽ എല്ലാം മുഴങ്കാലും മടങ്ങുന്നതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതിൽ ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു വിടുതൽ നമുക്ക് എന്തായാലും 100% ഉള്ളതാണ്. പിന്നെ നമ്മൾ അവിടെ ഞെരുകേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മളിതിനെ ഒന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഇത് അവസാനിപ്പിക്കാം. ഒന്ന്, വാട്ട് വി ഹാവ് ടു ഡു ഈസ്, നമ്മളത് ഈ കവനൻറ്റുകൾ ആ സ്ഥലത്തുള്ള ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു റാങ്കിങ് ഉള്ള ഒരു ദൈവത്തിൻ്റെ ദാസനെ അവിടെ കൊണ്ടുവന്ന് ഈ സെർപ്പൻറ്റൈൻ സ്ട്രോങ് മാൻ്റെ ആ സ്പിരിറ്റിനെ നമ്മൾ പുറത്താക്കി, അവൻ്റെ ശക്തിയെ പുറത്താക്കി പ്രാർത്ഥിക്കണം. നിൻ്റെ കാല് ചവിട്ടുന്നതൊക്കെയും തന്നെ നിനക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ അത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ആ സ്പിരിച്വൽ അതോറിറ്റി എടുത്ത് ഒഴിവാക്കാം. അത് തീർച്ചയായും വിട്ടുപോകും. ഈ ചില ദൈവദാസന്മാർ, എനിക്കങ്ങനെയുള്ള കഴിവൊന്നും ദൈവം തന്നിട്ടില്ല, ചില ദൈവദാസന്മാർ ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. കാരണം കൂടോത്രം എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് അത് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അവർക്ക് അതിന് പ്രത്യേക കഴിവുണ്ട്. അത് ദൈവത്തിൻ്റെ ആ ഒരു ഗിഫ്റ്റാണ്, കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അല്ലാതെ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആ സ്ഥലത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈറ്റാനിക് ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാക്രിഫൈസ് നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു ഈവിൾ കവനൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് എടുക്കാൻ പറ്റും, വിജയം എടുക്കാൻ പറ്റും. ഇത് ഓരോ ലെവലിലുള്ള റാങ്ക് അനുസരിച്ചുള്ള ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും അവിടെ ആ ഒരു ക്യാൻസൽ ചെയ്ത് ആ ലാൻഡിൻ്റെ മേളിലുള്ള ആ കവനൻ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ
അതെല്ലാം വിട്ടുപോകും. അതുകൊണ്ട് എന്നേക്കും നമ്മൾ ആ അടിമത്തത്തിൽ കിടക്കണം എന്നല്ല, അതിൽ നിന്ന് വിട്ടുപോകും. ഞാൻ ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇതിനകത്ത് ചിന്തിച്ചത് ഇത് ഈ റെപ്റ്റൈൽ കിങ്ഡത്തിലുള്ളൊരു സ്പിരിറ്റാണ്. എന്നാൽ ചിലത് മറൈനിൽ നിന്നും കയറി വരും, മിക്സ്ഡായിട്ടും വരും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ തളർത്തിക്കളയുക, ദൈവത്തിൻ്റെ ആ പർപ്പസിൽ നിന്ന് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് എല്ലാ ഈവിൾ സ്പിരിറ്റിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അതിന് ഇത് വന്ന് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രസ് എല്ലാ രീതിയിലും തടയും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തടയും, നമ്മുടെ വർഷിപ്പ് തടയും, നമുക്ക് രോഗങ്ങൾ കൊണ്ടുവരും, നമ്മളെ തളർത്തിക്കളയും, ഇതെല്ലാം ചെയ്യും. ഇതൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കൂടിയൊക്കെ ദർശനങ്ങൾ കൂടിയൊക്കെ ദൈവം ഇത് വെളിപ്പെടുത്തി തരും. അതാണ് പാമ്പുകളെയൊക്കെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നതിനൊക്കെ ഒരു മീനിങ് ഉണ്ട്. എല്ലാ സ്വപ്നങ്ങളും വെറുതെ കാണുകയല്ല. എന്നാൽ പല കാര്യങ്ങളും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് സ്വപ്നങ്ങളായിട്ടും പുറത്തു വരും. സ്വപ്നങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉള്ള ഒരു എപ്പിസോഡ് വരുന്നുണ്ട്, ആ സമയത്ത് അത് പറയാം. അതായത് നമ്മൾ ഈ പാമ്പിനെയൊക്കെ സ്വപ്നം കാണുകയും അത് പല ടൈപ്പുകൾ, തലയുള്ളത്, 7 തലയുള്ളത്, 2 തലയുള്ളത്, വൈറ്റ് സ്നേക്ക്, റെഡ് സ്നേക്ക്, ബ്ലാക്ക് സ്നേക്ക്, ഇങ്ങനെ ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളും മീനിങ്ങുകളും ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെയുള്ളതിനെയൊക്കെ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കിടക്കുക, അത് കാലിൽ കൂടെ അഴിയുക, അതൊന്ന് കടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് മെറ്റീരിയൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വന്ന് വിഴുങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ഒരു ഈവിൾ അറ്റാക്ക് നമുക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകും. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് നാവ് കെട്ടുണ്ട്, തടസ്സമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസന്മാരുടെ സഹായം കൂടെ നിങ്ങൾ തേടി അവരുമായിട്ട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വിടുതൽ കിട്ടും. ആ വിടുതൽ ഒരു വിടുതൽ കിട്ടി, ഇനി ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുകയല്ല, നമ്മൾ നമ്മുടെ ആ സ്പിരിച്വൽ ലെവലിൽ, ആ റാങ്കിൽ നമ്മൾ വളരാനായിട്ട് അനുസരണവും എടുക്കുമ്പോൾ അതോറിറ്റി ദൈവം നമുക്ക് തരും. അല്ല അത് കളഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ പോയിട്ട് ബാക്കി 7 എണ്ണത്തെ കൊണ്ട് വിളിച്ചുകൊണ്ട് വരും. തിരിച്ചു വരുമ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുക, അവനകത്ത് കയറും. അവൻ ബൈബിളിലുള്ള വാക്ക് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ, ഈ സ്പിരിറ്റ് ഓഫ് പൈതണിനെ, ഈ സർപ്പത്തെയും തേളുകളെയും ചവിട്ടാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ആരും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ചില സമയങ്ങളിൽ വേറെ ആരുടെയെങ്കിലും ഒരു സഹായം കൂടെ ആവശ്യമുണ്ടാകും, അതിനൊരു വിടുതലാണ്. കാരണം ചിലപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ കെട്ടിയിട്ടേക്കുന്നതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈവിൾ കവനൻ്റ്, ബ്ലഡ് കവനൻ്റും ഒക്കെ കാണും. അതൊക്കെ അഴിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇത് പറയുമ്പോഴേ തന്നെ, നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഡെലിവറൻസ് വന്നു എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ വിഷയങ്ങളെ ഓർത്ത് പിന്നെ ഡെലിവറൻസ് പ്രെയർ ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് താല്പര്യം, എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് ചിലർക്ക് പുതിയൊരു ഐഡിയ ആയിരിക്കും, ചിലർ കേട്ടിട്ടുണ്ടാവും പലയിടത്തുനിന്നും. എന്നാൽ ഇതൊക്കെ ഇന്ന് ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്, ഇതെല്ലാം ഉണ്ട്. ഇന്ന് ചില ആളുകൾ പറയുന്ന ഇതൊന്നും വെറുതെ പറയുന്ന, ഇങ്ങനെയൊന്നുമില്ല, ദൈവത്തിൻ്റെ മക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ദൈവം സൂക്ഷിക്കും. ശരിയാണ്, ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. എന്നാൽ ഇങ്ങനെ പല എക്സ്പീരിയൻസുകൾ കടന്നു പോകുന്നവർക്ക് ഇതൊരു പ്രയോജനമായി തരും. ഞാൻ പ്രാർത്ഥിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ കർത്താവേ, ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ച് കഴിഞ്ഞ 3 എപ്പിസോഡിൽ കൂടി പറയുകയായിരുന്നല്ലോ. ദൈവമേ, ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ ഒരുപാട് പ്രയാസങ്ങൾ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാതെ നാവ് കെട്ടിയിരിക്കുന്ന ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അഡ്വാൻസ് വരാതെ, പ്രോഗ്രസ് വരാതെ, അത് എത്തുന്നതിന് മുമ്പ് കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്ന അനേകരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സർപ്പൻറ്റൈൻ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഫെയിലിയേഴ്സും, സക്സസ്സിന് മുമ്പ് ആ എഡ്ജിലുള്ള എല്ലാ ഫെയിലിയേഴ്സും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. അതിൽ കർത്താവെ, അവിടെ എല്ലാം ഒരു വലിയ വിജയം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ജീവിതത്തിലെ ദുരന്തങ്ങൾ, ട്രാജഡീസ് ഒക്കെ വന്നിട്ട് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ യേശു ഇന്ന് വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു.
യേശുവിൻ്റെ നാമത്തിൽ അവിടെ വലിയൊരു വിജയം വന്നു ചേരട്ടെ. ആ പാറ്റേൺസിൽ നിന്നെല്ലാം അവർ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകളുടെ കുടുംബങ്ങളിൽ അവർക്ക് ഷെയർ ചെയ്യാൻ വയ്യാത്ത പോലെ ഷെയിം ഗിൽറ്റായിട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ ഷെയിമിൽ നിന്നും ആ ഫിയറിൽ നിന്നും എല്ലാം അവർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള അഡിക്ഷന്, ലെസ്ഫുള്ളായിട്ടുള്ള സിൻസ്, അതുപോലെ പ്രൈഡ്, ആങ്കർ, റിബല്യൻ, എല്ലാ അറഗൻസും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാം വ്യാപരിക്കുന്ന ഈ സർപ്പൻ്റൈൻ സ്പിരിറ്റുകളെ ഞങ്ങളെ യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ അടിച്ച ആണികളാൽ ഞങ്ങൾ അവൻ്റെ കുരിശിൽ അടിച്ച് ഞങ്ങളതിൽ നിന്ന് വിടുതലെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ റബാ ഷക്കീ റബാ, യേശുവിൻ്റെ ശക്തി ഈ സമയങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. വിളിക്കുമ്പോഴേ ദയവായിട്ട് രാത്രി 10 മണി കഴിഞ്ഞ് വിളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം വേറെ മീറ്റിങ്ങുകളും ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിൽ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. 10 മണിക്ക് ശേഷം വിളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.